എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓട്ടംതുള്ളലിൻ്റെ വേഷവിധാനം, അതുപോലെ തന്നെ ഓട്ടംതുള്ളലിൻ്റെ മെയ്യാഭരണങ്ങൾ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇത് പാവാട അല്ലെങ്കിൽ അച്ചടി എന്ന് പറയും. ഇത് ഓട്ടംതുള്ളലിനും ശീതങ്കംതുള്ളലിനും പൊതുവെ ഉപയോഗിക്കുന്നതാണ് ഈ പാവാട. പൈജാമ അല്ലെങ്കിൽ പാൻറ് ധരിച്ച് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ പാവാട വെച്ച് കെട്ടുന്നത്. അതിനുശേഷം പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്കൊക്കെ ഇതുപോലെ കൊണ്ട തുണി കൊണ്ട് തന്നെ കെട്ടുകയാണ് ചെയ്യുന്നത്. പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്കൊക്കെ അവരവരുടെ മുടി മുകളിലേക്ക് ഉയർത്തി പൊക്കി കെട്ടിയിട്ട് അത് ചുറ്റിയെടുത്ത് ഒരു ഗോപുരം പോലെ കെട്ടി നിർത്തുകയാണത്. നമ്മുടെ കിരീടം താഴെ വീഴാതിരിക്കാനായിട്ട് ഒരു ബാക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആണുങ്ങൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക്, ആൺകുട്ടികൾക്കൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ചുറ്റി കെട്ടിയിട്ട് അതിൻ്റെ മീതെ, ഇത് കോട്ടൺ തുണിയാണ്, അതിൻ്റെ മീതെ ഒരു കോട്ടൺ തുണി കൊണ്ടുകൂടി കെട്ടി പൊതിഞ്ഞ് ബാക്കിലേക്ക് മുടി പോലെ തന്നെ താഴേക്ക് ബാക്കി ഭാഗം നമ്മൾ തോർത്തൊക്കെ കെട്ടണ പോലെ കെട്ടി നേരെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിനെ കൊണ്ട കെട്ടുക എന്നാണ് നമ്മൾ പറയുന്നത്. ആദ്യമായി ചിലങ്ക കാലിൽ കെട്ടുകയാണ്. ചിലങ്ക നാദം അല്ലെങ്കിൽ കച്ചമണി ചിലങ്ക എന്നുള്ള ഏതെങ്കിലും ഒരു നാദം നമ്മൾ കാലിൽ കെട്ടാറുണ്ട്. ഇത് ഹസ്തഘടകം, കൈപ്പത്തിയോട് ചേർന്ന് കെട്ടുന്നതിനെ ഹസ്തഘടകം എന്നാണ് പറയുന്നത്. രണ്ട് കൈയിലും കൈപ്പത്തിയോട് ചേർന്ന് ഹസ്തഘടകം നമ്മൾ കെട്ടുന്നുണ്ട്. എല്ലാം വള്ളി കൊണ്ട് ഉറപ്പിച്ച് കെട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഹസ്തഘടകം. അതിനുശേഷം നമ്മൾ തോളിലാണ് കെട്ടുന്നത്. ഇതിനെ തോൾപൂട്ട് എന്ന് പറയുന്നു. തോളിൽ രണ്ട് കൈയുടെയും അഗ്രഭാഗത്ത് തോളിലായിട്ട് കെട്ടി ഉറപ്പിക്കുകയാണ്. ഇതിനെ തോൾപൂട്ട് എന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ കച്ചയാണ് കെട്ടുന്നത്. ഇത് കച്ച തുണി കൊണ്ടുണ്ടാക്കിയ കച്ചയാണത്. പശ മുക്കിയാണ് ഇങ്ങനെ വടിവാക്കി എടുക്കുന്നത്. ഹസ്തഘടകവും തോൽപൂട്ടിന് ശേഷം നമ്മൾ പാവാടയുടെ മീതെ കച്ചയാണ് കെട്ടുന്നത്. ബാക്കിൽ നിന്ന് വലിച്ച് പൊക്കിയെടുത്താണ് കെട്ടുന്നത്. കച്ച ഇങ്ങനെ ബാക്കിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തുള്ളുമ്പോഴത് ലൂസായി പോകും. അങ്ങനെ ലൂസാകാതെ നല്ലപോലെ വലിച്ച് കോട്ടൺ ചരടിലാണ് അതും കെട്ടുന്നത്. അതിനുശേഷം ഈ നെറ്റിപ്പട്ടത്തോട് സാമ്യം തോന്നിക്കുന്ന ഈ നെയ്യാഭരണത്തിൻ്റെ പേര് ഒറ്റനാക്ക് എന്നാണ്. ഓട്ടംതുള്ളലിനും ശീതങ്കംതുള്ളലിനും പറയാൻതുള്ളലിനും ഇത് ഉപയോഗിക്കാറുണ്ട്. അതിനുശേഷം നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നതിനെ പണ്ട് കൊല്ലാരം എന്നൊക്കെ പറയും, ഇപ്പോൾ മാർച്ചട്ട എന്നാണ് പറയപ്പെടുന്നത്. അതിന് മീതെയായി കഴുത്താരം അല്ലെങ്കിൽ മാർമാല എന്ന് പറയുന്ന ആഭരണം കൂടി നമ്മൾ അണിയുന്നു. ഇതെല്ലാം വള്ളി കൊണ്ടാണ് കെട്ടുന്നത്. ഇത് കഴുത്തിൽ കെട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. കെട്ടൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടേ ആയിട്ട് തോന്നാറില്ല. ഇത് കണ്ടു കഴിയുമ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും തോന്നാം. അതിനുശേഷം നമ്മൾ തലയിൽ കിരീടം വയ്ക്കുകയാണ്. നമ്മൾ ആ കൊണ്ട കെട്ടിയിരിക്കുന്ന തലയിലേക്ക് നമ്മൾ കിരീടം വെച്ച് ഉറപ്പിക്കുകയാണ്. നമ്മുടെ കിരീടത്തിൻ്റെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുക, നമ്മുടെ നെറ്റിയിലെ നാമത്തിൻ്റെ ആ മുകളിൽ തന്നെ കിരീടത്തിൻ്റെ ആ ചുട്ടിയും വന്ന് നിൽക്കത്തക്ക രീതിയിലാണ് നമ്മൾ കെട്ടി ഉറപ്പിക്കുന്നത്. കിരീടത്തിൻ്റെ പിറകിലായിട്ട് രണ്ട് വള്ളികളാണ്, രണ്ട് ചരടുകളാണ് നമുക്ക് കെട്ടാനുള്ളതും ഒരു തായ് വള്ളി. അതായത് തായ് വള്ളി നേരെ ബാക്കിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കിരീടം ആ കൊണ്ടയിൽ തട്ടി നിൽക്കും. അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓട്ടംതുള്ളലിൻ്റെ വേഷവിധാനം പൂർത്തിയായിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വേദിയിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. ഇത് മാത്രം പോരാ, നമ്മുടെ പിന്നണിയിൽ പ്രധാന വാദ്യം മൃദംഗം. ഇതാണ് മൃദംഗം. അതുപോലെ തന്നെ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ശ്രുതി ബോക്സ്, അതുപോലെ തന്നെ ജാലറ. ഇതാണ് നമ്മുടെ പിന്നണിയിലെ പ്രധാന വാദ്യോപകരണം. അതുകൂടാതെ തന്നെ ഇടയ്ക്കയും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ അത് ഇടയ്ക്ക നിർബന്ധമല്ല, ഇടയ്ക്കെങ്കിലും സ്കൂൾ യുവജനോത്സവങ്ങൾക്കും അതുപോലെ തന്നെ പ്രധാന വേദികളിലുമൊക്കെയുള്ള പരിപാടികൾക്ക് ഇപ്പോൾ ഇടയ്ക്ക എല്ലാവരും ഒരുവിധം ആളുകളെല്ലാം തന്നെ ഇടയ്ക്ക എന്ന വാദ്യവും കൂടി ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ഈ പരിപാടി നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് വിളയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ്ടിത്തറ ശ്രീ മാരിയമ്മൻ കോവിലാണ്. വളരെ നല്ല ആസ്വാദകരും ഒരു വലിയ കലാഹൃദയമുള്ള ജനങ്ങളുമായിരുന്നു ആ സ്ഥലത്തുണ്ടായിരുന്നത്. കാരണം ഒരുപാട് നേരം വൈകിയാണ് ഈ പരിപാടി നമ്മൾ അവതരിപ്പിക്കാൻ തുടങ്ങിയത്. പക്ഷേ എങ്കിലും ഇത്രയും സമയമായിട്ട് പോലും അവരാരും അവിടെ നിന്ന് മാറാതെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് അക്ഷമരായിട്ട് കാത്തിരുന്നു. അതുപോലെ തന്നെ അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, അമ്പലത്തിലെ ചില ചടങ്ങുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും ദൈർഘ്യം താമസം അനുഭവപ്പെട്ടത്. എന്നാലും അവർ നല്ല രീതിയിൽ ആസ്വദിച്ചു. കല്യാണ സൗന്ദര്യം കഥയെ നല്ല രീതിയിൽ എന്നോടൊപ്പം അവരെല്ലാവരും ചേർന്ന് നിന്നു. ഒരേ മനസ്സായിട്ട് എല്ലാവരും ആസ്വദിച്ചു, അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിച്ചു. അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഇതിനോടൊപ്പം നമ്മൾ ചേർന്നു.
അപ്പോൾ ഈ വീഡിയോയും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. തുള്ളലിൻ്റെ വേഷവിധാനം അല്ലെങ്കിൽ തുള്ളലിൻ്റെ ഒരുക്കം എങ്ങനെയാണ് എന്നൊക്കെ അറിയുവാൻ പലർക്കും ആഗ്രഹമുണ്ടാകും. പൊതുവെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് ഇത് അറിയാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി.